ചില യാത്രകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ ചില യാത്രകൾ വിധി നമുക്കായി കരുതി വെക്കുന്ന കെണികളാണ്. സൂര്യന്റെ ജീവിതത്തിലെ ആ യാത്ര തുടങ്ങുന്നത് പച്ചപ്പ് പുതച്ച തന്റെ ഗ്രാമത്തിലെ ശാന്തമായ ഒരു പുലർക്കാലത്തിലായിരുന്നു. സൂര്യോദയത്തിന് മുമ്പേ ഉണരുന്ന ഗ്രാമമായിരുന്നു അത്. തെങ്ങോലകളിൽ തട്ടിവരുന്ന കാറ്റിന് പശുത്തൊഴുത്തിന്റെയും പുഴമണ്ണിന്റെയും കലർന്ന ഒരു പ്രത്യേക തണുപ്പും മണവും ഉണ്ടായിരുന്നു. സൂര്യൻ തന്റെ പഴയ സൈക്കിൾ ഉരുട്ടി റോഡിലേക്കിറങ്ങി. സൈക്കിളിന് ഇരുവശത്തുമായി തൂക്കിയിട്ട വലിയ പാൽപാത്രങ്ങൾ ഓരോ കുഴിയിൽ ചാടുമ്പോഴും പരസ്പരം തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ നഗരത്തിന്റെ പളപളപ്പിലേക്ക് ഓടുമ്പോഴും സൂര്യന് തന്റെ ഗ്രാമത്തിലെ ഈ കൊച്ചു ജോലിയോട് വലിയ ആത്മബന്ധമായിരുന്നു. ചാണകം മെഴുകിയ തൊഴുത്തുകളും ശാന്തമായി അയവിറക്കുന്ന പശുക്കളും പുഴയുടെ തീരത്തെ പച്ചപ്പുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവന് ഭാവനയിൽ പോലും കാണാൻ കഴിയില്ലായിരുന്നു. സൊസൈറ്റിയിൽ പാലളന്നു കൊടുത്തു കഴിഞ്ഞ് മാസം കിട്ടുന്ന 8,000 രൂപ തന്റെ ലളിതമായ ആവശ്യങ്ങൾക്ക് ധാരാളമാണെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷെ ലോകത്തിന്റെ കണക്ക് പുസ്തകം അവന്റെ വിശ്വാസങ്ങൾക്കും അപ്പുറമായിരുന്നു. സൂര്യന്റെ വീട്ടിലെ ഭിത്തികൾ അവനോട് കഥകൾ പറയുന്നത് പോലെ അവന് തോന്നിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ കഥകൾ. ഓടിട്ട ആ പഴയ വീടിന്റെ ചുവരുകൾക്ക് കാലത്തിന്റെ തേയ്മാനങ്ങൾ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു. അച്ഛൻ പത്മനാഭൻ തന്റെ മകന്റെ ബിരുദാനന്തര ബിരുദം ആ ചുവരുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കടലാസ് കഷ്ണം മാത്രമായി മാറുന്നത് കണ്ട് വ്യാകുലപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരു വൈകുന്നേരം ചായക്കോപ്പയിലെ ആവി പറക്കുന്ന ചൂടിനിടയിൽ അച്ഛൻ സൂര്യനെ അടുത്തേക്ക് വിളിച്ചു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു നിസ്സഹായതയുണ്ടായിരുന്നു. "സൂര്യ, നീ ഇനിയും ഈ ചാണകക്കുഴിയിൽ തന്നെ ജീവിതം ഹോമിക്കണോ? നിന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ നഗരങ്ങളിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. നമ്മുടെ കടങ്ങൾ ഈ 8,000 രൂപ കൊണ്ട് ഒരിക്കലും തീരില്ല മോനെ. നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കാം, പക്ഷേ ഈ കുടുംബത്തിന് നിന്നെ വേണം." അച്ഛൻ്റെ ആ വാക്കുകൾ സൂര്യൻ്റെ ഉള്ളിൽ ഒരു മുള്ളുപോലെ തറച്ചു. സ്വന്തം ഗ്രാമത്തിലെ ആ ശാന്തത വിട്ട് നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പോകാൻ അവന്റെ ആത്മാവ് മടിച്ചു നിന്നു. എങ്കിലും അച്ഛൻ്റെ കണ്ണിലെ ആത്മവിശ്വാസമില്ലായ്മ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. നഗരത്തിലേക്കുള്ള യാത്രയ്ക്കായി അച്ഛൻ തന്നെ ഒരു വഴി കണ്ടെത്തിയിരുന്നു. അച്ഛൻ്റെ പഴയ സുഹൃത്തിൻ്റെ മകൻ വിനീത് ചെന്നൈയിൽ വലിയൊരു IT കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ്. വിനീത് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവൻ അവിടെ ഒരു വലിയ മാളിക പോലത്തെ ഫ്ലാറ്റിലാണ് താമസം. രാജകുമാരനെ പോലെ നീ അവിടെ നിന്നാൽ മതി. അവൻ നിനക്ക് വലിയൊരു ജോലി ശരിയാക്കി തരും, അച്ഛൻ ആവേശത്തോടെ പറഞ്ഞു. സൂര്യൻ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി ബാഗിൽ അടുക്കി വെച്ചു. തൻ്റെ പ്രിയപ്പെട്ട പശുക്കളെയും നിശബ്ദമായി ഒഴുകുന്ന പുഴയെയും അവസാനമായി ഒരു നോക്ക് കണ്ട് മനമില്ലാ മനസ്സോടെ അവൻ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ അച്ഛൻ കൈവീശുന്നത് ഒരു മങ്ങിയ ചിത്രമായി അവൻ്റെ മനസ്സിൽ അവശേഷിച്ചു. ആ യാത്ര തൻ്റെ ജീവിതത്തിലെ സമാധാനം എന്നേക്കുമായി കവർന്നെടുക്കാൻ പോവുകയാണെന്ന് ആ നിഷ്കളങ്കനായ ഗ്രാമീണ യുവാവ് അറിഞ്ഞില്ല. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ സൂര്യൻ ഒരു നിമിഷം പകച്ചുപോയി. ആൾക്കൂട്ടത്തിന്റെ തിരക്കും ബഹളവും അവനെ ഭയപ്പെടുത്തി. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് വിനീതിന്റെ കോൾ വന്നത്. ഒരു വെള്ള നിറത്തിലുള്ള വലിയ കാർ അവന്റെ മുന്നിൽ വന്നു നിന്നു. കാറിന്റെ ചില്ല് താഴ്ത്തി വിനീത് പുഞ്ചിരിയോടെ അവനെ നോക്കി. "സൂര്യനല്ലേ, വാ കേറ്." വിനീത് കാണാൻ വളരെ സ്മാർട്ടായിരുന്നു. നഗരത്തിന്റെ വേഷവിധാനങ്ങളും പെരുമാറ്റ രീതികളും അയാളെ ഒരു ഉന്നതകുല ജാതനാക്കി മാറ്റിയിരുന്നു. കാറിനുള്ളിലെ AC-യുടെ തണുപ്പിലിരുന്ന് പുറത്തെ തിരക്കുകൾ നോക്കുമ്പോൾ സൂര്യൻ ഒരു മായാലോകത്തെത്തിയ അനുഭവം തോന്നി. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് മുന്നിലാണ് കാറ് നിർത്തിയത്. 10ാം നിലയിലെ വലിയ ഫ്ളാറ്റിലേക്ക് കയറിയപ്പോൾ സൂര്യൻ അമ്പരന്ന് പോയി. തന്റെ ഗ്രാമത്തിലെ വീട് ഈ ഫ്ളാറ്റിന്റെ ഒരു മുറിയോളം പോലും വരില്ല എന്ന് അവന് തോന്നി. വാതിൽ തുറന്നത് മായയായിരുന്നു, വിനീതിന്റെ ഭാര്യ. കണ്ടാലൊരു നിഴൽ ചിത്രത്തിലെ സുന്ദരിയെ പോലെയുള്ള രൂപം. വെള്ള നിറത്തിലുള്ള കുർത്തയണിഞ്ഞ് മുഖത്തൊരു ശാന്തമായ ചിരിയോടെ അവർ അവനെ എതിരേറ്റു. "സൂര്യനല്ലേ, വിനീതേട്ടൻ പറഞ്ഞിരുന്നു വരൂന്ന്, അകത്തേക്കിരിക്കൂ." മായയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സംഗീതമുള്ളതുപോലെ അവന് തോന്നി. ഫ്ളാറ്റിനുള്ളിലെ ആഡംബരങ്ങൾ സൂര്യനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരുന്നു. തറയിലെ ഇറ്റാലിയൻ മാർബിളും ചുവരിലെ വലിയ പെയിന്റിങ്ങുകളും വില കൂടിയ ഫർണിച്ചറുകളും നഗരത്തിലെ ആഡംബര ജീവിതത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. വിനീത് തന്റെ പുതിയ ജോലിസ്ഥലത്തെക്കുറിച്ചും നഗരത്തിലെ ശീലങ്ങളെക്കുറിച്ചും സൂര്യനോട് സംസാരിച്ചു. വിനീതിന്റെ സഹായത്തോടെ ഒരു പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ സൂര്യന് ജോലി ലഭിച്ചു. 30,000 രൂപയായിരുന്നു തുടക്ക ശമ്പളം. ഗ്രാമത്തിലെ 8,000 രൂപ മാത്രം കണ്ടിട്ടുള്ള സൂര്യന് ഇത് വലിയൊരു തുകയായിരുന്നു. പക്ഷേ ഈ വലിയ വീട്ടിലെ താമസവും പുതിയ ജോലിയും തന്റെ സ്വത്വം നഷ്ടപ്പെടുത്തുമോ എന്ന് അവൻ ഉള്ളാലെ ഭയപ്പെട്ടു. മായ അവനോട് വളരെ മാന്യമായാണ് പെരുമാറിയതെങ്കിലും ആ വീട്ടിലെ ചുവരുകൾക്കിടയിൽ എവിടെയോ ഒരു നിശബ്ദത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന് തോന്നി തുടങ്ങി. വിനീതും മായയും തമ്മിൽ ഒരു അപരിചിതരെ പോലെയാണ് ഇടപഴകുന്നതെന്ന് അവൻ പതുക്കെ നിരീക്ഷിച്ചു. നഗരത്തിലെ പുതിയ ജോലിയിൽ സൂര്യൻ പതുക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങിയായിരുന്നു. രാവിലെ 8 മണിക്ക് ഫ്ളാറ്റിൽ നിന്നിറങ്ങും. തിരക്കേറിയ മെട്രോ ട്രെയിനിലെ യാത്രയും ഓഫീസിലെ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലെ ജീവിതവും അവന് പുതിയ അനുഭവമായിരുന്നു. എങ്കിലും വൈകുന്നേരം തിരികെ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ അവൻ്റെ മനസ്സ് ഒരു ഭാരമായി മാറും.
വിനീതിന്റെ ആഡംബര വീട് കാണാൻ മനോഹരമാണെങ്കിലും അവയുടെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത എപ്പോഴും തളം കെട്ടി നിന്നു. വിനീത് മിക്കവാറും ദിവസങ്ങളിൽ രാത്രി 12 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ഓഫീസിലെ മീറ്റിങ്ങുകളും ബിസിനസ് പാർട്ടികളും കാരണമാണ് വൈകുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ടെങ്കിലും മദ്യത്തിന്റെ ഗന്ധം കലർന്ന ആ വരവ് മായയെ വല്ലാതെ വേദനിപ്പിക്കുന്നത് സൂര്യൻ ശ്രദ്ധിച്ചു. സൂര്യൻ വന്നതിനു ശേഷം ആ വീട്ടിലെ അടുക്കളയിൽ ഒരു ഉണർവ് വന്നതുപോലെ തോന്നി. മായ എപ്പോഴും എന്തെങ്കിലും ജോലികളിൽ മുഴുകിയിരിക്കും. സൂര്യൻ വന്ന ആദ്യ ദിവസങ്ങളിൽ അവർ അധികം സംസാരിച്ചിരുന്നില്ല. എന്നാൽ നഗരത്തിലെ ജീവിതം എത്രത്തോളം ചിലവേറിയതാണെന്ന് സൂര്യൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 1 ലിറ്റർ പാലിന് ഗ്രാമത്തിലേതിനേക്കാൾ ഇരട്ടി വില, കരണ്ട് ബില്ലും മറ്റു കുറെ ചെലവുകളും വേറെ. താനിവിടെ സൗജന്യമായി താമസിക്കുന്നത് ശരിയല്ലെന്ന് സൂര്യന്റെ ഉള്ളിലെ അഭിമാനം മന്ത്രിച്ചു. ഒരു വൈകുന്നേരം വിനീത് നേരത്തെ വന്നപ്പോൾ സൂര്യൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. വിനീതേട്ടാ, എനിക്ക് നല്ലൊരു ശമ്പളം കിട്ടുന്നുണ്ട്. ഈ വീടിന്റെ ചെലവിലേക്ക് ഓരോ മാസവും 5000 രൂപ ഞാൻ നൽകാം. നിങ്ങളത് നിരസിക്കരുത്. വിനീത് ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും സൂര്യന്റെ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങി. ആ പണം വാങ്ങിയപ്പോൾ സൂര്യൻ ഒരു വലിയ ആശ്വാസം തോന്നി. താനൊരു അതിഥിയല്ല, മറിച്ച് ഈ കുടുംബത്തിന്റെ ഭാഗമാണെന്ന ബോധ്യം അവനിൽ ഉറച്ചു. പക്ഷേ ആ കുടുംബത്തിനകത്തെ വിള്ളലുകൾ സൂര്യനെ അസ്വസ്ഥനാക്കി. വിനീത് വീട്ടിലുള്ള സമയങ്ങളിൽ പോലും മായയോട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. മിക്കപ്പോഴും ഫോണിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും വിനീതിന്റെ ശ്രദ്ധ. മായ വിളമ്പുന്ന ആഹാരത്തിന് അദ്ദേഹം നന്ദി പറയാറില്ല, മറിച്ച് അതിലെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാട്ടും. മായെ, ഉപ്പൽപ്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഇതെനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ള വിനീതിന്റെ പരാതികൾ കേൾക്കുമ്പോൾ മായയുടെ മുഖം വാടുന്നത് സൂര്യൻ കാണും. സുന്ദരിയും വിദ്യാസമ്പന്നയുമായ ഒരു സ്ത്രീക്ക് അർഹിക്കുന്ന പരിഗണന ആ വീട്ടിൽ ലഭിക്കുന്നില്ലെന്ന് സൂര്യന് തോന്നി. പല രാത്രികളിലും അടുക്കളയിൽ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്ന മായയുടെ നിഴൽ കണ്ട് സൂര്യൻ നിശബ്ദനായി നിന്നിട്ടുണ്ട്. സ്വർണ്ണക്കൂട്ടിൽ അകപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് മായ എന്ന് അവൻ സ്വയം കരുതി. സ്നേഹമില്ലാത്ത ആഡംബരത്തേക്കാൾ നല്ലത് ദാരിദ്ര്യമുള്ള സ്നേഹമാണെന്ന് ഗ്രാമത്തിൽ വളർന്ന ആ യുവാവ് പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. ഒരു വ്യാഴാഴ്ച രാത്രി ഓഫീസിൽ നിന്നും വരാൻ സൂര്യൻ അല്പം വൈകി. നഗരത്തിലെ മഴ കാരണം ഗതാഗതം തടസ്സപ്പെട്ടതായിരുന്നു കാരണം. അവൻ ഫ്ളാറ്റിലെത്തുമ്പോൾ സമയം 12 മണി കഴിഞ്ഞിരുന്നു. തന്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് പതുക്കെ വാതിൽ തുറന്നപ്പോൾ ലിവിംഗ് റൂമിലെ ലൈറ്റുകൾ അണച്ചിരുന്നു. എന്നാൽ അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം വരുന്നത് അവൻ കണ്ടു. അവിടുത്തെ ഡൈനിങ് ടേബിളിൽ തല താഴ്ത്തിയിരിക്കുന്ന മായയെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. വിനീത് അപ്പോഴും എത്തിയിട്ടില്ലായിരുന്നു. സൂര്യൻ പതുക്കെ അങ്ങോട്ട് നടന്നു. അവന്റെ കാൽപെരുമാറ്റം കേട്ട് മായ തലയുയർത്തി. അവരുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചേച്ചി ഉറങ്ങിയില്ലേ? സൂര്യൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. മായ പെട്ടെന്ന് തന്റെ കണ്ണുകൾ തുടച്ചു മാറ്റി ഒരു കൃത്രിമ പുഞ്ചിരി വരുത്തി. ഇല്ല സൂര്യൻ, വിനീതേട്ടൻ വരാൻ വൈകുന്നു. അദ്ദേഹം വന്നാൽ മാത്രമേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. സൂര്യൻ വിശന്നിരിക്കാവൂ അല്ലേ? ഇരിക്ക്, ഞാൻ വിളമ്പാം. മായ ഭക്ഷണം ചൂടാക്കാൻ തുടങ്ങി. താൻ എത്ര വൈകി വന്നാലും വിനീതിനായി കാത്തിരുന്ന് വിശപ്പടക്കുന്ന ആ സ്ത്രീയുടെ മനസ്സിനെ അവൻ അത്ഭുതത്തോടെ നോക്കി. വിനീത് പക്ഷേ ഈ സ്നേഹം കാണുന്നുണ്ടോ? സൂര്യൻ പതുക്കെ ചോദിച്ചു. ചേച്ചി എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്? വിനീതേട്ടൻ വരാൻ വൈകുമെന്നറിയാമല്ലോ. ചേച്ചിക്ക് നേരത്തെ കഴിച്ചൂടെ? മായയുടെ മറുപടി ഒരു ദീർഘനിശ്വാസമായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതം സൂര്യൻ. ചിലപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ പുറത്തുനിന്ന് മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എൻ്റെ ഏക ആശ്വാസം. സൂര്യൻ നിർബന്ധിച്ച് മായയെയും കൂടി ഇരുത്തി. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരത്തിൽ നിന്നും ഒരു ഉരുള മായയ്ക്ക് നൽകി. ചേച്ചി കഴിക്കണം, ശരീരം നോക്കാതെ ഇങ്ങനെ ഇരുന്ന് വയ്യാതാവും. ആ നിമിഷം മായയുടെ നിയന്ത്രണം വിട്ടു. അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വിനീതേട്ടൻ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ മാത്രമേ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഈ വീട്ടിലെ ഒരു ഫർണിച്ചർ പോലെയാണ്. ആരോടൊന്നും തുറന്നു പറയാൻ എനിക്കാവില്ല. ഗ്രാമത്തിൽ നിന്നും വന്ന നിനക്ക് ഈ നഗരത്തിലെ ജീവിതം വലിയ ഒന്നായി തോന്നും. പക്ഷേ ഇതിനുള്ളിലെ ശൂന്യത ഭയപ്പെടുത്തുന്നതാണ്. മായയുടെ വാക്കുകൾ കേട്ട് സൂര്യൻ മരവിച്ചു പോയി. മനോഹരമായ ഈ ചില്ലുമേടയ്ക്കുള്ളിൽ ഇത്രയും വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ആ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മായയുടെ മുഖം കഴുകാൻ സൂര്യൻ സഹായിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവാല കൊണ്ട് അവരുടെ കവളിലെ കണ്ണീർ തുടച്ചു കൊടുക്കുമ്പോൾ താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവൻ ചിന്തിച്ചില്ല. മറിച്ച് സങ്കടപ്പെടുന്ന ഒരു മനസ്സിന് നൽകുന്ന ചെറിയൊരു ആശ്വാസം മാത്രമായിരുന്നു അത്. പക്ഷേ ആ രാത്രിയിൽ അവരുടെ ബന്ധത്തിന് പുതിയൊരു മാനം കൈവരികയായിരുന്നു. നഗരത്തിലെ മഴക്കാലം തുടങ്ങിയിരുന്നു. ജനാലയ്ക്കൽ തട്ടി വീഴുന്ന മഴത്തുള്ളികൾ നോക്കി നിൽക്കെ സൂര്യൻ തൻ്റെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെക്കുറിച്ച് ഓർത്തു. മായയുമായി സംസാരിച്ച ആ രാത്രിക്ക് ശേഷം ആ വീട്ടിലെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്നതുപോലെ അവന് തോന്നി. സൂര്യന്റെ ഓരോ കാര്യങ്ങളിലും മായ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പ്രിയപ്പെട്ട ചായയും പലഹാരങ്ങളുമായി അവർ കാത്തിരിക്കും. ഓഫീസിലെ വിശേഷങ്ങളും ചോദിച്ചറിയും. ഗ്രാമത്തിലെ വിശേഷങ്ങൾ പറയുമ്പോൾ മായയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം സൂര്യൻ കണ്ടു. സൂര്യൻ പറയുമ്പോൾ എനിക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാൻ തോന്നുന്നു. അവിടെ ഈ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത ഉണ്ടാവില്ലല്ലോ എന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും. ഒരു ഞായറാഴ്ച രാവിലെ വിനീത് വീട്ടിലുണ്ടായിരുന്നു. സാധാരണയായി ഞായറാഴ്ചകളിൽ ഉച്ചവരെ ഉറങ്ങുന്ന ശീലക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ അന്ന് അദ്ദേഹം എഴുന്നേറ്റത് നല്ല ദേഷ്യത്തിലായിരുന്നു. മായ ഉണ്ടാക്കിയ പ്രഭാത ഭക്ഷണത്തിൽ ഉപ്പൽപ്പം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ ബഹളം വെച്ചു.
നിനക്ക് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല മായെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഈ ശീതളപാനീയവും മോശം ഭക്ഷണവും കഴിക്കാനാണോ? വിനീതിന്റെ ശബ്ദം ഫ്ളാറ്റിലുടനീളം മുഴങ്ങി. സൂര്യൻ തന്റെ മുറിയിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മായയുടെ മറുപടി വെറും തേങ്ങലുകൾ മാത്രമായിരുന്നു. വിനീത് തന്റെ ലാപ്ടോപ്പുമായി ലിവിംഗ് റൂമിലേക്ക് പോയി. സൂര്യൻ പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു. മായ അവിടെ ഒരു മൂലയിലിരുന്ന് കരയുകയായിരുന്നു. സൂര്യൻ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ ഗ്യാസ് അടുപ്പിനടുത്തേക്ക് ചെന്ന് വീണ്ടും ഒരു ചായ ഇട്ടു. എന്നിട്ട് അത് ഒരു കപ്പിലാക്കി മായയുടെ നേരെ നീട്ടി. ചേച്ചി, സാരമില്ല, വിനീതേട്ടന് ഓഫീസിലെ ടെൻഷൻ കാരണമായിരിക്കും. ചേച്ചി ഇത് കുടിക്ക്. മായ ആ കപ്പ് വാങ്ങുമ്പോൾ അവരുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സൂര്യന്റെ ഈ ചെറിയ കരുതലുകൾ മായയെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. തനിക്ക് ലഭിക്കാത്ത സ്നേഹവും ബഹുമാനവും ഈ ഗ്രാമീണ യുവാവിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. സൂര്യൻ, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഭ്രാന്ത് പിടിച്ചു പോയേനെ, മായ വിതുമ്പലോടെ പറഞ്ഞു. സൂര്യൻ അവരുടെ അരികിലിരുന്നു. അവരുടെ തലയിൽ പതുക്കെ തലോടി. ഒരു സഹോദരനെ പോലെ അവൻ നൽകിയ ആ തണൽ മായയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. അപ്പോഴും പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മായയുടെ മനസ്സിൽ വിടരുന്ന ഈ പുതിയ തളിരുകൾ ഏത് രീതിയിലാണ് വളരുകയെന്ന് സൂര്യൻ ഭയപ്പെട്ടു. എങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. ആ ആഴ്ചയിലെ ശനിയാഴ്ച വിനീത് വീട്ടിൽ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പാർട്ടി നടത്തി. തന്റെ ബിസിനസ് സുഹൃത്തുക്കളെ കാണിക്കാനായി അദ്ദേഹം മായയെ നിർബന്ധിച്ച് വില കൂടിയ സാരിയും ആഭരണങ്ങളും ധരിപ്പിച്ചു. സൂര്യനെയും പാർട്ടിയിൽ പങ്കെടുക്കാൻ വിനീത് നിർബന്ധിച്ചു. വിനീതിന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി മദ്യപിച്ച് ലക്കുകെട്ടു. അവരുടെ സംസാരം പലപ്പോഴും അതിരുവിടുന്നുണ്ടായിരുന്നു. സൂര്യൻ ഒരു മൂലയിൽ ഇതെല്ലാം കണ്ട് അസ്വസ്ഥനായി നിന്നു. മായയുടെ മുഖത്ത് ഒരു കൃത്രിമ പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകൾ സൂര്യനെയാണ് തിരഞ്ഞുകൊണ്ടിരുന്നത്. വിനീത് ഓരോ ഗ്ലാസ് ഒഴിക്കുമ്പോഴും മായയുടെ ഉള്ളിൽ ഭയം നിറയുന്നുണ്ടായിരുന്നു. സൂര്യൻ മദ്യപിക്കണമെന്ന് വിനീത് വാശി പിടിച്ചപ്പോൾ മായ ഇടയ്ക്ക് കയറി പറഞ്ഞു, സൂര്യൻ അതിഷ്ടമല്ല വിനീതേട്ടാ, നിർബന്ധിക്കണ്ട. ഇത് വിനീതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം അത് അപ്പോൾ കാര്യമാക്കിയില്ല. സുഹൃത്തുക്കൾ പോയി കഴിഞ്ഞപ്പോൾ വിനീത് പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. സോഫയിൽ തളർന്നു കിടക്കുന്ന അദ്ദേഹത്തെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ മായ പാടുപെട്ടു. സൂര്യൻ സഹായിക്കാൻ വന്നപ്പോൾ വിനീത് അവനെ തള്ളിമാറ്റി. എന്റെ ഭാര്യയെ തൊടാൻ നീ ആരാടാ എന്ന് അദ്ദേഹം അലറി. സൂര്യൻ സ്തബ്ധനായി പോയി. മദ്യത്തിന്റെ പുറത്താണെങ്കിലും വിനീതിന്റെ മനസ്സിലെ സംശയം പുറത്തു വന്നതുപോലെ അവന് തോന്നി. എങ്ങനെയൊക്കെയോ വിനീതിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തിരികെ വന്ന മായയുടെ പാദം പൊട്ടിയിരിക്കുന്നതായി സൂര്യൻ കണ്ടു. അശ്രദ്ധമായി നിലത്ത് വീണ ഗ്ലാസ് കഷ്ണങ്ങളിൽ ചവിട്ടിയതായിരുന്നു. സൂര്യൻ ഉടനെ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി വന്നു. മായയുടെ കാലിലെ ചോര തുടക്കുമ്പോൾ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. സൂര്യൻ, ഇതാണ് എൻ്റെ യഥാർത്ഥ ജീവിതം. പുറമേയുള്ള ആഡംബരം കണ്ട് നീ അസൂയപ്പെട്ടിട്ടില്ലേ? ഈ ചോരയ്ക്കും കണ്ണീരിനും എന്ത് വിലയാണുള്ളത്? സൂര്യൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ വളരെ ശ്രദ്ധയോടെ അവരുടെ മുറിവ് കഴുകി കെട്ടിവെച്ചു. ആ നിമിഷം മായ സൂര്യന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സൂര്യൻ, നീ എന്നെ വിട്ടു പോകരുത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. സൂര്യന്റെ ഉള്ളിൽ ഒരു കടലിരുമ്പുകയായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ചേച്ചി, ഞാൻ പോവില്ല. പക്ഷേ നമുക്ക് പരിധികളുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യൻ മായയെ അവരുടെ മുറിയിലേക്ക് അയച്ചു. ആ രാത്രി അവൻ ഉറങ്ങിയില്ല. താൻ ഒരു വലിയ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വിനീതിന്റെ അഹങ്കാരവും മായയുടെ തകർന്ന മനസ്സും സൂര്യന്റെ ഗ്രാമീണ നന്മയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. ഈ ചില്ലുമേട തകരാൻ അധികം സമയം വേണ്ടെന്ന് അവൻ പതുക്കെ ഉറപ്പിച്ചു. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ സൂര്യൻ തന്റെ ചിന്തകളെ തളച്ചിടാൻ ശ്രമിച്ചു. ഓഫീസിലെ ഫയലുകൾക്കിടയിൽ തലപുകയ്ക്കുമ്പോഴും അവന്റെ മനസ്സ് ആ ഫ്ളാറ്റിലെ നിശബ്ദമായ പോരാട്ടങ്ങളായിരുന്നു. വിനീതിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. മദ്യലഹരിയിലാണെങ്കിലും വിനീത് പറഞ്ഞ ആ വാക്കുകൾ, എന്റെ ഭാര്യയെ തൊടാൻ നീ ആരാ എന്നത് സൂര്യന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താനൊരു അതിഥിയാണെന്നും ആ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ വന്നവനാണെന്നും അവൻ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും മായയുടെ കണ്ണുകളിലെ ആ ദൈന്യത അവന് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. മായ ഇപ്പോൾ സൂര്യന്റെ സാമീപ്യം ഒരു മരുന്നായിട്ടാണ് കാണുന്നത്. വിനീത് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾ വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് വഴുതി വീഴുന്നത് സൂര്യൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ പതിവിലും നേരത്തെ ഓഫീസിൽ നിന്നെത്തി. മായ ജനാലയ്ക്ക് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. സൂര്യൻ വന്നത് അവർ അറിഞ്ഞില്ല. അവൻ പതുക്കെ അരികിൽ ചെന്നു. ചേച്ചി, എന്താലോചിച്ചിരിക്കുക? അവന്റെ ശബ്ദം കേട്ട് മായ ഞെട്ടിപ്പോയി. പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല സൂര്യൻ, നമ്മുടെ ഗ്രാമത്തിലെ ആ പുഴയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നീ പറഞ്ഞ ആ തണുത്ത കാറ്റും പുഴയുടെ താളവും ഇപ്പോൾ എനിക്കിവിടെ അനുഭവപ്പെടുന്നത് പോലെ. മായയുടെ വാക്കുകളിൽ വല്ലാത്തൊരു വിഷാദമുണ്ടായിരുന്നു. അവർ പതുക്കെ സൂര്യന്റെ കയ്യിൽ പിടിച്ചു. സൂര്യൻ, നിനക്കറിയോ, ഈ നഗരം എന്നെ ഒരു കല്ല് പോലെയാക്കി മാറ്റിയിരിക്കുന്നു. വിനീതേട്ടൻ തരുന്ന ഓരോ സമ്മാനവും എനിക്ക് ഓരോ ശിക്ഷ പോലെയാണ് തോന്നുന്നത്. സ്നേഹമില്ലാതെ തരുന്ന സ്വർണത്തേക്കാൾ നല്ലതല്ലേ കരുതലോടുകൂടി തരുന്ന ഒരു പിടി മണ്ണ്? സൂര്യൻ നിശബ്ദനായി നിന്നു. അവൻ എന്തു പറയണമെന്നറിയാതെ പകച്ചുപോയി. മായയുടെ മനസ്സിലെ പ്രണയവും ഏകാന്തതയും ഒരുമിച്ചൊഴുകുകയായിരുന്നു.
ആ സമയത്താണ് സൂര്യന്റെ ഫോൺ ശബ്ദിച്ചത്. നാട്ടിൽ നിന്ന് അച്ഛന്റെ വിളിയായിരുന്നു. അച്ഛൻ സുഖവിവരങ്ങൾ ചോദിച്ചു. വിനീത് സഹായിക്കുന്നുണ്ടല്ലോ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം നിറഞ്ഞു. തന്നെ വിശ്വസിച്ച് ഇവിടേക്ക് അയച്ച അച്ഛനോടും തന്നെ സഹായിച്ച വിനീതിനോടും താൻ ചെയ്യുന്നത് ചതിയാണോ? പക്ഷേ സങ്കടപ്പെടുന്ന ഒരു സ്ത്രീക്ക് കൂട്ടിരിക്കുന്നത് എങ്ങനെ ചതിയാകും? സൂര്യൻ തൻ്റെ മുറിയിലേക്ക് പിൻവാങ്ങി. അന്ന് രാത്രി മായ അവനു വേണ്ടി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കുകയായിരുന്നു. വിനീത് അപ്പോഴും വന്നിരുന്നില്ല. അവർ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ മുഖാമുഖം ഇരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ തുള്ളി മഴയും ആ വീടിന്റെ ഭിത്തികളിൽ സ്നേഹത്തിന്റെ പുതിയ കഥകൾ എഴുതാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ കഥകൾക്ക് ഒരു ദുരന്തത്തിന്റെ ഗന്ധമുണ്ടെന്ന് സൂര്യൻ ഉള്ളാലെ ഭയപ്പെട്ടു. അടുത്ത ഏതാനും ദിവസങ്ങൾ ആ വീട്ടിലെ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. വിനീത് അല്പം സൗമ്യനായാണ് പെരുമാറുന്നതെന്ന് സൂര്യന് തോന്നി. അദ്ദേഹം നേരത്തെ വീട്ടിലെത്താൻ ശ്രമിച്ചു. മായയോട് കൂടുതൽ സംസാരിച്ചു. പക്ഷേ ആ മാറ്റത്തിന് പിന്നിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സൂര്യന്റെ ഗ്രാമീണ മനസ്സ് മന്ത്രിച്ചു. വിനീത് സൂര്യനോട് വലിയ സ്നേഹം കാണിക്കാൻ തുടങ്ങി. സൂര്യൻ, നീ വന്നതിൽ പിന്നെ ഈ വീട് പഴയതുപോലെയല്ല. മായ വളരെ സന്തോഷവതിയാണ്. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. വിനീതിന്റെ ഈ വാക്കുകൾ സൂര്യനെ അസ്വസ്ഥനാക്കി. വിനീത് തന്നെ നിരീക്ഷിക്കുകയാണോ? അതോ തൻ്റെയും മായയുടെയും സൗഹൃദം അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയോ? ഒരു രാത്രി വിനീത് ഒരു ബിസിനസ് മീറ്റിങ്ങിനായി നഗരത്തിന് പുറത്തേക്ക് പോയി. അന്ന് രാത്രി സൂര്യനും മായയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷം വല്ലാതെ ഭാരമുള്ളതായി തോന്നി. മായ സൂര്യന്റെ മുറിയിലേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ആൽബം ഉണ്ടായിരുന്നു. അവളുടെ വിവാഹകാലത്തെ ചിത്രങ്ങൾ. സൂര്യൻ, ഇത് നോക്കൂ, അന്ന് ഞങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നു എന്ന്. വിനീതേട്ടൻ അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണം അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. മായ ചിത്രങ്ങൾ ഓരോന്നായി കാണിച്ചു കൊണ്ടിരുന്നു. അവൾ സൂര്യന്റെ അരികിൽ വളരെ ചേർന്നിരുന്നു. അവളുടെ മുടിയിഴകൾ സൂര്യന്റെ ചുമലിൽ തട്ടുന്നുണ്ടായിരുന്നു. സൂര്യന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൻ പതുക്കെ എഴുന്നേറ്റു. ചേച്ചി, സമയം ഒരുപാടായി, ഉറങ്ങാൻ നോക്കൂ. മായ പക്ഷേ അവനെ പോകാൻ അനുവദിച്ചില്ല. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സൂര്യൻ, എന്നെ തനിച്ചാക്കരുത്. ഈ വലിയ വീട്ടിൽ എനിക്ക് പേടിയാവുന്നു. വിനീതേട്ടൻ ഇല്ലാത്ത രാത്രികളിൽ ഞാൻ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. നീ വന്നതിൽ പിന്നെയാണ് ഞാൻ വീണ്ടും ജീവിക്കാൻ തുടങ്ങിയത്. മായയുടെ വാക്കുകൾ ഒരു പ്രണയലേഖനം പോലെ സൂര്യന്റെ ഉള്ളിൽ പതിഞ്ഞു. അവൻ മായയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരു തരം ആസക്തിയും അതേസമയം വല്ലാത്തൊരു നിസ്സഹായതയും നിഴലിച്ചിരുന്നു. സൂര്യൻ മായയെ ചേർത്ത് പിടിച്ചു. അതൊരു പ്രണയമായിരുന്നോ അതോ വെറും അനുകമ്പയായിരുന്നോ എന്നൊന്നും അവന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ആ നിമിഷം അവർ രണ്ടുപേരും ആ വീടിന്റെ ഏകാന്തതയെ മറക്കാൻ ശ്രമിച്ചു. ജനാലയ്ക്ക് പുറത്ത് നഗരങ്ങളിലെ വെളിച്ചങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. എവിടെയോ ഒരു കാർ ഹോൺ മുഴങ്ങുന്നു. ആ രാത്രിക്ക് ശേഷം സൂര്യന്റെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അടങ്ങിയതുപോലെയുള്ള ശൂന്യതയായിരുന്നു. മായയെ അഭിമുഖീകരിക്കാൻ അവന് വല്ലാത്തൊരു പ്രയാസം തോന്നി. അവൾ തൻ്റെ അരികിലേക്ക് വരുമ്പോഴൊക്കെ അവൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ മായയാകട്ടെ തൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതുപോലെയുള്ള ഒരു പുതിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അവൾക്കിപ്പോൾ വിനീതിന്റെ അവഗണനകൾ ഒരു പ്രശ്നമേ അല്ലാതായി മാറി. കാരണം അവൾ ആഗ്രഹിച്ച സ്നേഹവും കരുതലും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ സൂര്യന്റെ അവസ്ഥ അതായിരുന്നില്ല. അവൻ തൻ്റെ ഗ്രാമത്തിലെ മൂല്യങ്ങളെക്കുറിച്ചും തന്നെ വിശ്വസിച്ചയച്ച അച്ഛനെക്കുറിച്ചും ഓർത്ത് നീറിപ്പുകഞ്ഞു. വിനീത് തനിക്ക് നൽകിയ സഹായങ്ങൾ ഓരോന്നായി അവന്റെ മനസാക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം വിനീത് ടൂർ പോയി തിരിച്ചെത്തി. അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ സൂര്യൻ തൻ്റെ മുറിയിൽ ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. വിനീത് വന്നപാടെ സൂര്യനെ ഉറക്കെ വിളിച്ചു. സൂര്യൻ, നീ എവിടെയാണ്? നിനക്ക് ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട്, നോക്കൂ. വിനീതിന്റെ ആ സ്നേഹം സൂര്യനെ ഒരു മുള്ളു പോലെ കുത്തി. ആ ഫോൺ കൈമാറുമ്പോൾ വിനീതിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് സാധിച്ചില്ല. വിനീത് മായയെ നോക്കി ചിരിച്ചു. മായ, നിനക്കെന്ത് പറ്റി? നീ ഇന്ന് വല്ലാതെ സന്തോഷവതിയാണല്ലോ. വിനീതിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ മായ ഒന്ന് പതറിയെങ്കിലും ഉടനെ തന്നെ സ്വയം നിയന്ത്രിച്ചു. ഒന്നുമില്ല വിനീതേട്ടാ, സൂര്യൻ ഉള്ളതുകൊണ്ട് വീട്ടിൽ വല്ലാത്തൊരു സമാധാനമുണ്ട്, അത്രമാത്രം. മായയുടെ ആ വാക്കുകൾ സൂര്യന്റെ ഉള്ളിൽ ഭയം നിറച്ചു. സത്യം ഏത് നിമിഷവും പുറത്തു വരുമെന്നും താൻ ഈ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുമെന്നും അവൻ ഭയപ്പെട്ടു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിനീത് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. സൂര്യൻ, നിന്റെ അച്ഛൻ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ്. അദ്ദേഹത്തിന് നിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നീ ഇവിടെ നന്നായി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. വിനീതിന്റെ ഓരോ വാക്കുകളും സൂര്യന്റെ ഹൃദയത്തിൽ ഓരോ ആണിയായി തറച്ചു. വിനീത് അത്രയും നിഷ്കളങ്കനാണോ അതോ തന്നെ പരീക്ഷിക്കുകയാണോ എന്ന് അവന് തോന്നി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സൂര്യൻ പതുക്കെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. മായ പതുക്കെ പിന്നിൽ വന്ന് നിന്നു. സൂര്യൻ, നീ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? വിനീതേട്ടൻ ഒന്നും അറിയാൻ പോകുന്നില്ല. സൂര്യൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. ചേച്ചി, ഇത് തെറ്റാണ്. നമ്മൾ ചെയ്യുന്നത് ചതിയാണ്. എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് പോയി. ആ രാത്രി സൂര്യൻ തൻ്റെ പെട്ടികൾ പതുക്കെ അടുക്കി വെക്കാൻ തുടങ്ങി.
ഈ നഗരത്തിലെ ആഡംബരത്തേക്കാൾ നല്ലത് തന്റെ ഗ്രാമത്തിലെ ദാരിദ്ര്യമാണെന്ന് അവൻ ഉറപ്പിച്ചു. സൂര്യൻ ഫ്ളാറ്റിൽ നിന്നും മാറാൻ തീരുമാനിച്ച വാർത്ത മായയെ തളർത്തിക്കളഞ്ഞു. അവൾ പലതവണ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സൂര്യൻ, നീ പോയാ ഞാൻ വീണ്ടും ആ ഇരുട്ടിലേക്ക് വീണുപോകും. ദയവ് ചെയ്ത് എന്നെ തനിച്ചാക്കരുത്. മായയുടെ കരച്ചിൽ സൂര്യനെ ദുർബലനാക്കി. എങ്കിലും തന്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചുനിന്നു. വിനീതിനോട് എങ്ങനെ ഈ വിവരം പറയുമെന്നായിരുന്നു അവന്റെ ചിന്ത. വിനീത് അന്ന് ഓഫീസിൽ ഒരു വലിയ പ്രൊജക്ടിന്റെ തിരക്കിലായിരുന്നു. അന്ന് രാത്രി വിനീത് വരാൻ വൈകുമെന്ന് മായയെ വിളിച്ചറിയിച്ചു. ആ രാത്രി ആ ഫ്ളാറ്റിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ സൂര്യൻ അനുഭവപ്പെട്ടു. അവൻ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. നാളെ രാവിലെ ജോലിക്ക് പോകുന്നത് പോലെ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനായിരുന്നു അവന്റെ പദ്ധതി. അന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും വിനീത് വന്നില്ല. പകരം വിനീതിന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വന്നു. പക്ഷെ അത് സംസാരിച്ചിരുന്നത് വിനീത് ആയിരുന്നില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. വിനീതിന്റെ കാറ് വലിയൊരു അപകടത്തിൽപ്പെട്ടുവെന്നും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നുമുള്ള വാർത്തയാണ് സൂര്യൻ കേട്ടത്. മായ ബോധരഹിതയായി വീണു. സൂര്യൻ അവളെ താങ്ങിയെടുത്ത് സോഫയിൽ കിടത്തി. അയൽക്കാരുടെ സഹായത്തോടെ അവരെ കൂട്ടി അവൻ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെ ആ വെളുത്ത ഭിത്തികൾക്കിടയിൽ സൂര്യന്റെ മനസ്സ് മരവിച്ചു നിന്നു. വിനീത് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. മായ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സൂര്യൻ ഓർമ്മിച്ചത് തന്റെയും മായയുടെയും ബന്ധത്തെക്കുറിച്ചല്ല, മറിച്ച് വിനീത് തനിക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ചാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. പക്ഷേ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. കുറച്ച് മാസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരും. മായ വിനീതിന്റെ അരികിലേക്ക് ഓടി. അബോധാവസ്ഥയിൽ കിടക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ എല്ലാ പരാതികളും കെട്ടടങ്ങി. അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് വിതുമ്പി. വിനീതേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു. വിനീതിന്റെ ആ വിപത്ത് മായയുടെ കണ്ണുകൾ തുറപ്പിച്ചു. താൻ തേടിയത് വെറുമൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് പരിഗണനയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. സൂര്യൻ ദൂരെ മാറി നിന്ന് ഈ ദൃശ്യം കണ്ടു. അവന്റെ ഉള്ളിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. വിനീത് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ മായയും ഒരു പുതിയ മനുഷ്യനായി മാറുമെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ ഇനിയൊരിക്കലും തനിക്ക് ഈ കുടുംബത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് അവൻ വേദനയോടെ മനസ്സിലാക്കി. വിനീതിന്റെ അപകടം തങ്ങളുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണോ എന്ന് അവർ സ്വയം ചോദിച്ചു. ആ രാത്രി ആശുപത്രിയിലെ തണുത്ത വരാന്തയിൽ ഇരുന്ന് സൂര്യൻ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. ആശുപത്രിയിലെ ആ തണുത്ത വരാന്തയിൽ സമയം പോലും മരവിച്ചു നിൽക്കുന്നത് പോലെ സൂര്യന് തോന്നി. ഫിനോയിലിന്റെ രൂക്ഷമായ ഗന്ധവും ഐസിയുവിന് പുറത്തെ നിശബ്ദതയും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. വിനീത് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. മായ ഐസിയുവിന്റെ ചില്ലുവാതിലിന് അപ്പുറത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വിനീതിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിച്ച മായയുടെ ഉള്ളിൽ ഇപ്പോൾ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. സൂര്യൻ അവളുടെ അരികിൽ ചെന്ന് തോളിൽ കൈവച്ചു. ചേച്ചി, സാരമില്ല, വിനീതേട്ടൻ തിരിച്ചു വരും. അദ്ദേഹം കരുത്തനാണ്. സൂര്യന്റെ വാക്കുകൾ കേട്ട് മായ അവനെ ദയനീയമായി നോക്കി. സൂര്യൻ, ഞാൻ ചെയ്തത് വലിയ തെറ്റല്ലേ? അദ്ദേഹം പുറത്ത് കഷ്ടപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നില്ലേ? ഈ അപകടം ഒരുപക്ഷെ എനിക്കുള്ള ശിക്ഷയായിരിക്കും. മായ പൊട്ടിക്കരഞ്ഞു. സൂര്യൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. സ്വന്തം ഉള്ളിലും കുറ്റബോധത്തിന്റെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. വിനീത് എന്ന മനുഷ്യൻ തന്നോട് കാണിച്ച സ്നേഹം ഓരോന്നായി സൂര്യന്റെ ഓർമ്മയിൽ വന്നു. തനിക്ക് ജോലി വാങ്ങിത്തന്നതും സ്വന്തം വീട്ടിൽ ഒരിടം തന്നതും മദ്യപിച്ച നേരത്ത് പറഞ്ഞ വാക്കുകൾക്ക് പിറ്റേന്ന് മാപ്പ് ചോദിച്ചതുമെല്ലാം അവൻ ഓർത്തു. വിനീത് ഒരു മോശം മനുഷ്യനായിരുന്നില്ല, മറിച്ച് തിരക്കുകൾക്കിടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയ ഒരാളായിരുന്നു. നേരം പുലർന്നു തുടങ്ങിയപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. വിനീതിന്റെ ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലിലെ അസ്ഥികൾക്ക് ഒന്നിലധികം ഒടിവുകളുണ്ട്. ഒരു വലിയ സർജറി കൂടി വേണ്ടിവരും. കുറഞ്ഞത് 6 മാസമെങ്കിലും അദ്ദേഹം കിടപ്പിലാകും. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ മായയ്ക്ക് ആശ്വാസവും സങ്കടവും ഒരുമിച്ച് വന്നു. വിനീതിനെ കാണാൻ അനുവാദം കിട്ടിയപ്പോൾ മായ ഉള്ളിലേക്ക് ഓടി. സൂര്യൻ പുറത്തു തന്നെ നിന്നു. വിനീതിന്റെ മുഖത്തെ വിളർച്ച കണ്ടപ്പോൾ മായയുടെ ഹൃദയം തകർന്നു. വിനീത് പതുക്കെ കണ്ണു തുറന്ന് മായയെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ നിഴലുകൾ ഉണ്ടായിരുന്നു. മായേ, എനിക്ക് മാപ്പ് തരൂ, അദ്ദേഹം പതുക്കെ മന്ത്രിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ മായയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ചുംബിച്ചു. ഒന്നും പറയണ്ട വിനീതേട്ടാ, എല്ലാം ശരിയാവും. ഞാൻ കൂടെയുണ്ട്. ഈ കാഴ്ച പുറത്തുനിന്നും കണ്ട സൂര്യൻ തിരിച്ചറിഞ്ഞു. മായയ്ക്കെന്നും വിനീതിനെ തന്നെയായിരുന്നു ആവശ്യം. പക്ഷേ അവൾ തേടിയ ആ പരിഗണന നൽകാൻ വിനീതിന് കഴിഞ്ഞിരുന്നില്ല. ആ വിടവ് നികത്താൻ താൻ ശ്രമിച്ചത് എത്ര വലിയ വിഡ്ഢിത്തമായിരുന്നു എന്ന് സൂര്യൻ ആ നിമിഷം മനസ്സിലാക്കി. സ്നേഹബന്ധങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ലെന്നും അങ്ങനെയൊന്നുണ്ടായാൽ അത് ദുരന്തത്തിലെ അവസാനിക്കൂ എന്നും നഗരത്തിലെ ആ ആശുപത്രി മുറി അവനെ പഠിപ്പിച്ചു. വിനീതിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മായ ഒരു നിമിഷം പോലും വിനീതിനെ വിട്ടുമാറാതെ അരികിലിരുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഓരോ കാര്യവും അവൾ സന്തോഷത്തോടെ ചെയ്തു. വിനീതിന്റെ മുഖത്തിപ്പോ പണ്ടത്തെ ആ അഹങ്കാരമോ ദേഷ്യമോ ഇല്ലായിരുന്നു. തന്നെ പരിചരിക്കുന്ന മായയെ അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി നിന്നു.
മായേ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. പണം മാത്രമാണ് ജീവിതമെന്ന് ഞാൻ തെറ്റായി കരുതി. നീ എനിക്ക് ഇത്രയും സ്നേഹം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിനീത് നിറകണ്ണുകളോടെ പറഞ്ഞു. മായയുടെ ഉള്ളിൽ ഒരായുധം തറക്കുന്നത് പോലെ തോന്നി. തന്റെ ഭർത്താവിന്റെ ഈ നിഷ്കളങ്കമായ വാക്കുകൾ കേൾക്കുമ്പോൾ സൂര്യനുമായി ഉണ്ടായ ആ നിമിഷങ്ങൾ അവളെ വേട്ടയാടി. സൂര്യൻ പുറത്തുനിന്ന് മരുന്നുകളും മറ്റും എത്തിക്കാൻ സഹായിച്ചു കൊണ്ടിരുന്നു. വിനീതിനെ മുഖാമുഖം കാണാൻ അവന് വല്ലാത്തൊരു ഭയമായിരുന്നു. എങ്കിലും ഒരു ദിവസം വിനീത് അവനെ അടുത്തേക്ക് വിളിച്ചു. സൂര്യൻ, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. മായയെ നീ നന്നായി നോക്കിക്കാണുമെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ മായ ഈ തളർച്ചയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു? വിനീതിന്റെ ഈ വിശ്വസ്തത സൂര്യന്റെ മനസാക്ഷിയെ വിചാരണ ചെയ്തു. വിനീത് തന്നെ അത്രമേൽ വിശ്വസിക്കുന്നു. താൻ ചെയ്തത് എത്ര വലിയ വിശ്വാസവഞ്ചനയാണ്. സൂര്യൻ പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നു. നഗരത്തിലെ വെളിച്ചങ്ങൾ മിന്നിമറയുന്നു. ഈ തിരക്കുകൾക്കിടയിൽ തന്റെ വ്യക്തിത്വം എവിടെയോ നഷ്ടപ്പെട്ടുവെന്ന് അവന് തോന്നി. മായ സൂര്യന്റെ അരികിലെത്തി. അവൾക്കിപ്പോൾ പഴയ ആ താല്പര്യമില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധം മാത്രമായിരുന്നു. സൂര്യൻ, നമ്മൾ ചെയ്തത് വലിയ തെറ്റാണ്. വിനീതേട്ടൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, മായ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സൂര്യൻ ഒന്ന് പുഞ്ചിരിച്ചു. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത് ചേച്ചി. വിനീതേട്ടൻ പൂർണ്ണമായി സുഖപ്പെടുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകും. ഈ നഗരം എനിക്ക് ചേർന്നതല്ല. മായ ഒന്നും മിണ്ടിയില്ല. അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ മാന്ത്രികത ഇപ്പോൾ പൂർണ്ണമായും കെട്ടടങ്ങിയിരുന്നു. പകരം വല്ലാത്തൊരു ഗൗരവവും കുറ്റബോധവും മാത്രം അവശേഷിച്ചു. വിനീതിന്റെ അപകടം അവരെ രണ്ടുപേരെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സ്വന്തം പങ്കാളിയെ ചതിച്ചുകൊണ്ട് നേടുന്ന സന്തോഷം എത്ര അല്പായുസുള്ളതാണെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. സൂര്യൻ തന്റെ മനസ്സിൽ വിനീതിനോട് 1000 വട്ടം മാപ്പ് ചോദിച്ചു. ഇനിയൊരിക്കലും ഇത്തരമൊരു തെറ്റ് തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് അവൻ ആ നഗരത്തിലെ ആകാശത്തിനെ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്തു. വിനീത് പൂർണ്ണമായി സുഖം പ്രാപിച്ചതോടെ സൂര്യൻ തന്റെ ബാഗുകൾ ഒരുക്കി. നഗരം അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പണത്തേക്കാൾ മൂല്യം സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമാണെന്ന വലിയ സത്യം മായയും വിനീതും ഇപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വിനീത് സൂര്യന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നീ എന്നും ഞങ്ങളുടെ അനിയനായിരിക്കും സൂര്യൻ. വിനീതിന്റെ ആ വാക്കുകൾ അവന് വലിയൊരു ആശ്വാസമായി. ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ സൂര്യൻ ജനാലയ്ക്കലിരുന്ന് ദൂരേക്ക് നോക്കി. നഗരത്തിലെ ചില്ലുമേടകൾ മെല്ലെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. തന്റെ ഗ്രാമത്തിലെ പുഴയും പച്ചപ്പും അവനെ കാത്തിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി, കൂടുതൽ പക്വതയുള്ളവനായി സൂര്യൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി.